നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും. പാർവതി സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ്. ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ചിരിക്കുകയാണ് ജയറാമും പാർവതിയും. രാജ്ഭവനിലെത്തിയാണ് ഇരുവരും ഗവർണറെ സന്ദർശിച്ചത്. ഗവർണറോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രേഷ്മ ആരിഫിനെയും താരങ്ങൾ സന്ദർശിച്ചു. ഗവർണറുമായും ഭാര്യയുമായും ജയറാമും പാർവതിയും സംവദിച്ചു. ഗവർണർക്ക് സമ്മാനമായി കസവ് പുടവ നൽകിയ ശേഷമാണ് ഇരുവരും രാജ്ഭവനിൽ നിന്നും മടങ്ങിയത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. ഗവർണർ താരങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന്റെയും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നത്. എന്നാൽ ചിത്രങ്ങൾ പുറത്തു വന്ന ശേഷം മാളവികയുടെ വിവാഹം ക്ഷണിക്കാനാണോ രണ്ടുപേരും ഗവർണറെ കണ്ടതെന്നായിരുന്നു പലരും സംശയം പ്രകടിപ്പിച്ചത്. സുരേഷ് ഗോപിയും രാധികയും മകളായ ഭാഗ്യയുടെ വിവാഹം ആദ്യം ക്ഷണിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയായിരുന്നു. അതിനാൽ തന്നെ ജയറാം ഗവർണറെ കണ്ടത് ചക്കി എന്ന മാളവികയുടെ വിവാഹം ക്ഷണിക്കാനാണെന്നാണ് കമന്റുകൾ. പുടവയ്ക്കൊപ്പം വിവാഹ ക്ഷണക്കത്ത് നൽകിയെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് പാർവതി ജയറാമോ ഒന്നും പറഞ്ഞിട്ടില്ല. പച്ച സാരിയിൽ പാർവതി അതിമനോഹരി ആയിരിക്കുന്നുവെന്നാണ് ചിത്രങ്ങൾ കണ്ടവർ അഭിപ്രായപ്പെടുന്നത്. ഈ വർഷം ആദ്യം തന്നെ മാളവികയുടെ വിവാഹം ഉണ്ടാകുമെന്നും ആദ്യം മാളവികയുടെ വിവാഹം തന്നെയാകും നടക്കുകയെന്നും പാർവതി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മക്കളായ കാളിദാസിന്റെയും മാളവികയുടെ വിവാഹ നിശ്ചയങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു കഴിഞ്ഞത്. മോഡലായ തരണി കലിംഗരായരാണ് ജയറാമിന്റെ മകന്റെ വധു. തരണി കലിംഗരായരുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് ജയറാമിന്റെ മകനും യുവ നടന്മാരിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്ത കാളിദാസിന്റെ വധു തരണി കലിംഗരായർ. 2000 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു കാളിദാസിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്റെ വീട് അപ്പുവിന്റെയും എന്നീ സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയ കാളിദാസ് എന്റെ വീട് അപ്പുവിന്റെയും എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പഠനത്തിന് വേണ്ടി സിനിമയിൽ നിന്ന് മാറി നിന്ന താരം പിന്നീട് 2016 മീൻകുഴമ്പും മൺപാനയും എന്ന തമിഴ് ചിത്രത്തിലൂടെ നായകനായിട്ടാണ് തിരിച്ചെത്തുന്നത്. സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും നടിമാരെ പോലെ തന്നെ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് മാളവിക ജയറാം. മാളവികയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് താല്പര്യവും ഏറെയാണ്. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം മാളവിക പങ്കിടാറുണ്ട്. ഇവയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുമുണ്ട്. നിശ്ചയത്തിന് പിന്നാലെ മാളവിക ജയറാമിന്റെ വരനെ കുറിച്ചുള്ള വിശേഷങ്ങളും ചർച്ചയായിരുന്നു. നവനീത് ഗിരീഷ് എന്നാണ് ജയറാമിന്റെ മകൾ മാളവികയുടെ വരന്റെ പേരെന്ന് നടൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷും ഇനി തന്റെ മകനാണ് എന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തി ജയറാം സമൂഹ മാധ്യമത്തിൽ ഫോട്ടോ പങ്കുവെച്ച് എഴുതിയത്. UK-യിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് മാളവികയുടെ വരൻ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.